ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. കുറച്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ചു. ഇപ്പോൾ ഇവിടെ പിന്നെ ഞങ്ങൾക്ക് ആസ്ഡേയിൽ കിട്ടുന്ന സാധനങ്ങൾ മേടിക്കാൻ വന്നേ. പൈനാപ്പിൾ പൊളിശ്ശേരിക്ക് പൈനാപ്പിൾ, ഇനി അത്തപ്പൂ ഇടാനിവിടെ വേറെ പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ റോസയും പിന്നെ കുറച്ച് ജമന്തി. ഒന്നുമില്ല, അത് ജമന്തി നിങ്ങൾ വിചാരിക്കില്ല, നമുക്ക് വേറെ പൂവില്ലല്ലോ. പിന്നെ കുറച്ച് കാഷ്യൂ, പിന്നെ മാങ്ങാച്ചാറിട, പിന്നെ തക്കാളി മേടിച്ചു. പിന്നെ സർവിങ് സ്പൂൺ ഇതൊന്നും ഞങ്ങളതിലില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾ കുറച്ച് നല്ല കിച്ചൺ ഐറ്റംസ് മേടിക്കാമെന്ന് വിചാരിച്ചു. സ്പൂണും പിന്നെ കുറച്ച് കട്ട്ലറീസ്. പിന്നെ ഫ്രണ്ട്സൊക്കെ വരുന്നതുകൊണ്ട് അവരെങ്ങാനും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സർവിങ് അലുമിനിയം ഫോയിൽസ് മേടിച്ചു. പിന്നെ ഇത് ക്യാരറ്റ് തോരനാണ്. അയ്യോ നമ്മൾ മേടിച്ചല്ലോ ക്യാബേജ്. യെസ്, ക്യാബേജ്. ഇത് ഉള്ളി, സാധാ ഉള്ളി. പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് ബീട്രൂട്ട് ഫുഡാണുള്ളത്. കുഡേ ഉള്ളൂ. വേണ്ടേരി തൈര് മേടിക്കണം. ഇങ്ങോട്ടിൻ്റെ മിൽക്കെന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ആൽഡിയിൽ നിന്നാണ് തൈരൊക്കെ മേടിക്കുന്നത്. ഇന്ന് പിന്നെ ഞങ്ങൾ നിറയെ സാധനങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഇവിടെ പാലുണ്ട്. പാല് മേടിക്കാം. അപ്പോൾ പായസത്തിന് പാല് വേണ്ടേ? പാൽ പായസം ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്, നോക്കാം. ഞാൻ ആക്ച്വലി അടപ്രഥമനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫ്ലോപ്പ് ആയില്ലെങ്കിൽ അത് തുടർന്ന് പാൽ പായസം ഉണ്ടായിരിക്കും. ഇത്രയും വേണോ? ഇതെടുക്കുക, ഇച്ചിരി ഹോൾ മിൽക്ക് എടുക്കാം. അതാവുമ്പോ ഇത്തവണ ഡയറ്റൊക്കെ നോക്കണ്ടേ? അയ്യോ, ഓണത്തിന് നോ ഡയറ്റ്. അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മള് ശരിയാവില്ല. നോ നോ യോഗർട്ട് ചീസ് ബട്ടർ സ്പ്രെഡ് അങ്ങനത്തെ ഞാനുണ്ടല്ലോ യോഗർട്ടിനെ നമ്മുടെ നാട്ടിൽ തൈരിടുന്നതിൻ്റെ വ്യത്യാസം കണ്ടേ. സംഭവം എന്താണെന്ന് വെച്ചാൽ യോഗർട്ടില് ഇവര് അതായത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതല്ല, സാധാ ഇങ്ങനെ ബാക്ടീരിയാസ് അവർ മിൽക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. അതിനെന്തോ കടിച്ച പൊട്ടാത്ത പേരുകളുണ്ട്. പക്ഷെ അത് കൺട്രോൾഡ് ആയിട്ടുള്ള ഫെർമെന്റേഷൻ ആയിരിക്കും. പക്ഷേ അതാണ് നമുക്കത് പുളിപ്പില്ല, ആൻഡ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി കൊള്ളാന്നുള്ള. തലേന്നത്തെ തൈരൊക്കെ ഒഴിച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വരുമ്പോ അൺകൺട്രോൾഡ് ആയിരിക്കും അതിന്റെ ഫെർമെന്റേഷൻ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അത് ആവുമ്പോഴേക്കും പിന്നെ അത് ഭയങ്കര കൈവിട്ട് പോകുന്ന കളിയാണ് ആക്ച്വലി. അതാ പിന്നെ അതിന്റെ, പക്ഷെ രണ്ടും ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. 1 പൗണ്ടിന് 100 രൂപയാണ്. ഇത്രയും 100 ഇപ്പൊ 107 110 രൂപ 1 പൗണ്ടാണ്. ഇത്രയും കുറയാൻ നമുക്ക് എല്ലാ പച്ചക്കറി ഇവിടെ കിട്ടത്തില്ല. നമുക്ക് സാധാ പച്ചക്കറി ലൈക്ക് വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, കത്തിരിക്ക കിട്ടും. പക്ഷെ മറ്റേ ഓർബജിൻ ടൈപ്പ് അത് മാത്രമേ കിട്ടുള്ളൂ. കുഞ്ഞു കത്തിരിക്ക കിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ പോകണമായി. ഞങ്ങളുടെ വീട് ഇതേ ഉള്ളൂ ഇവിടെ ഇപ്പോഴത്തേന്. നല്ല കുഞ്ഞു അരിയേ. ശരി, മാങ്ങ ഈ കോലമായി. മസാല ഉണ്ടാക്കി വെച്ചേക്കുന്നത് തട്ടിക്കൂട്ട് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളാമോ? അയ്യോ, കറിവേപ്പില ഇട്ടില്ല, കുഴപ്പമില്ല. ഇതിൽ ഞാൻ ഇട്ടത് എണ്ണ, കുറച്ച് കടുക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുഞ്ഞു അരിഞ്ഞത്, പിന്നെ ഇത് പച്ചമുളക്, പിന്നെ തീ നല്ല ഓഫ് ആക്കിയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ആഡ് ചെയ്തതാണ്. എന്തോന്ന് കടുകും ഉലുവയും കൂടെ അരച്ചിട്ട് ആഡ് ചെയ്തില്ല, പൊടിയാക്കിയിട്ട് അതിൽ ആഡ് ചെയ്തു. പിന്നെ ഉപ്പ് മെയിന് മറക്കരുത്. പിന്നെ ലാസ്റ്റ് കായവും കൂടെ ഇട്ട് ഒഴിച്ചോളൂ. വെള്ളം ഒഴിച്ചിട്ടില്ലേ, കുറച്ച് ഇത്ര നെല്ലിക്ക വേവിച്ചാണ്. പക്ഷേ ഇത് നമ്മൾ ട്രയൽ ബേസിസിൽ സദ്യക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇത് റെഡി ആയി കഴിഞ്ഞാൽ കൊള്ളാമെങ്കിൽ നമ്മളിനി അത് മുട്ട അച്ചാർ എടുക്കും. ഇത് പ്രോസസ്സ് നമ്മുടെ
തട്ടിക്കൂട്ട് മാങ്ങാച്ചാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഞങ്ങൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്ന ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞത് കുട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. റൂംമേറ്റ് അത് എനിക്ക് സാമ്പാർ, അനുവിൻ്റെ തല, പരിപ്പ്, പാറു, പാറുവിൻ്റെ തല, അയ്യോ മുഖം, തോരൻ, കൂട്ടുകറി, രസം, പൂവ്, പാട്ട്. ചായ പുട്ടിൻ്റെ അടുപ്പാണല്ലോ. പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിലൊരു പങ്കും എൻ്റെ കയ്യിലൊരു പങ്കുമല്ല. ഇതിന് പാട്ടെന്തോ ഓഫീസ് ഫോട്ടോ പരിപാടികളാണ്. ഓണത്തിന് ഒരുങ്ങി ഞാൻ ഒരു സെറ്റ് പൊട്ടുപാടയും എന്തൊക്കെയാണ് സംഭവമായിട്ട് വെച്ചിരിക്കുന്നത്. നാളെ ഞാൻ നിൽക്കുന്നു. ഞങ്ങൾ സദ്യ എല്ലാം വെച്ചു തീർത്തു. ഫ്രണ്ട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സദ്യയായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തിൻ്റെ അതിന് മുന്നത്തെ വർഷത്തിനേക്കാളും ബെറ്റർ ഓണം. അവര് വന്നോ? അടുത്ത ദിവ്യ വന്നു, മനസ്സ് വന്നു, അനുരാ.
ഇങ്ങോട്ട് നിൽക്കാം. First we have to start with the spoons and water. The sticks is here only, Mansi, you can have it later. ഇഞ്ചി കൂട്ടാൻ Whatever you want more, ask. Yeah, we can ask it. Yes. ഒരു അച്ചാർ കൂടി. അച്ചാർ കഴിഞ്ഞിട്ട് പച്ചരി വെക്കും. ഇപ്പൊ ഞങ്ങൾ സദ്യ കഴിച്ചില്ല പറച്ചിലാണ്. ഇവിടെ ഞാൻ എൻ്റെ വീഡിയോ ചിലപ്പോൾ മോസ്റ്റ്ലി തീർക്കുകയാണ്. ഇനി കഴിഞ്ഞു. ഇവിടെ തന്നെ ഞാൻ എൻ്റെ വീഡിയോ തീർക്കുകയാണ്. ബൈ ബൈ.